ലോകപ്രസിദ്ധമായ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ അന്വേഷണം മുറുകുന്നു. മുൻ ബോർഡ് അംഗങ്ങളായ എ വിജയകുമാർ, കെ.പി. ശങ്കരദാസ് എന്നിവർക്കെതിരെ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയാണ് ഇപ്പോൾ കേസിൽ വഴിത്തിരിവായിരിക്കുന്നത്. ബോർഡിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് സ്വർണ്ണപ്പാളികൾ കൈമാറിയതെന്നാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ കേസിൽ എ പത്മകുമാറിന് പുറമെ മറ്റ് 2 ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നില്ല സ്വർണ്ണ കൈമാറ്റം എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനുള്ള പത്മകുമാറിന്റെ തീരുമാനത്തെ ബോർഡ് അംഗങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചു. വിജയകുമാറിനും ശങ്കരദാസിനും ഈ ഇടപാടുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. മൂവരും ചേർന്നെടുത്ത കൂട്ടുത്തരവാദിത്തമാണ് ഈ തീരുമാനമെന്നും താൻ വെറുമൊരു കണ്ണി മാത്രമാണെന്നുമാണ് പോറ്റിയുടെ വാദം. അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുക്കാനുള്ള തീരുമാനം രേഖപ്പെടുത്തിയ മിനിറ്റ്സിൽ പത്മകുമാറിനൊപ്പം വിജയകുമാറും ശങ്കരദാസും ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് ഇവരെ കുടുക്കാൻ പോലീസിന് ലഭിച്ച പ്രധാന രേഖ. എന്നാൽ ചോദ്യം ചെയ്യലിൽ തങ്ങൾ ഒപ്പിട്ടതിനു ശേഷം പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തലുകൾ വരുത്തിയെന്നാണ് ഇരുവരും അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാദത്തിന് ബലം നൽകുന്ന തരത്തിൽ ഇവർ നേരത്തെ എവിടെയും പരാതിയോ എതിർപ്പോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് പോലീസിനെ സംശയത്തിലാക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റോധാം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഉന്നതതല ഗൂഢാലോചനയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമായി SIT ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഇവർക്ക് സ്വർണ്ണക്കടത്തിൽ എത്രത്തോളം പങ്കുണ്ടെന്നും പണം എങ്ങോട്ടൊക്കെ ഒഴുകിയെന്നും കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. കേസിലെ മറ്റൊരു കൗതുകകരമായ വെളിപ്പെടുത്തൽ ഗോവർദ്ധന്റേതാണ്. ദേവസ്വം ബോർഡിന് ഗോവർദ്ധൻ 10 ലക്ഷം രൂപ നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം വാങ്ങിയതിലുള്ള കുറ്റബോധം കാരണമാണ് താൻ അന്നദാനത്തിനായി പണം നൽകിയതെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. 10 ലക്ഷം രൂപയുടെ DD ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് കൈമാറിയത്. കൂടാതെ മാളികപ്പുറത്ത് 10 പവന്റെ മാല സമർപ്പിച്ചതായും അദ്ദേഹം സമ്മതിച്ചു. 2021 ഈ കൈമാറ്റങ്ങൾ നടന്നത്. ലഹരിയോ മറ്റ് ക്രമക്കേടുകളോ അല്ല, മറിച്ച് വിശ്വാസപരമായ കാരണങ്ങളാണ് പണം നൽകിയതെന്നാണ് ഇയാളുടെ മൊഴി. വിജയകുമാറിനെയും ശങ്കരദാസിനെയും പ്രത്യേകം പ്രതി ചേർക്കാനാണ് SITയുടെ തീരുമാനം. ഇവരെ വരും ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. സ്വർണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും വലിയ മാറ്റം വരുത്തി ബോർഡിനെ വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ശബരിമലയിലെ പവിത്രമായ സ്വർണത്തിൽ കൈവച്ചവർ എത്ര ഉന്നതരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ട വാർത്ത ഭക്തജനങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ വിശ്വസ്ത തകരുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. സ്വർണ്ണപ്പാളികൾ എവിടെയൊക്കെ വിറ്റഴിച്ചു എന്നതും അതിൽ നിന്ന് ലഭിച്ച ലാഭം ആരൊക്കെ പങ്കിട്ടു എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പത്മകുമാറിന്റെയും സംഘത്തിന്റെയും സ്വത്ത് വിവരങ്ങൾ കൂടി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറുകയാണ്. ഉന്നതരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഉൾപ്പെട്ട ഈ കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.